ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 100ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി വിജയദശമി ദിനത്തിൽ ഒറ്റപ്പാലത്തിന്റെ വിവിധ മേഖലകളിൽ പഥസഞ്ചലനങ്ങളും പൊതുസമ്മേളനങ്ങളും നടന്നു. വിജയദശമി മഹോത്സവത്തിന്റെ ഭാഗമായി പാലപ്പുറം മണ്ഡൽ പഥസഞ്ചലനം പാലപ്പുറം തെരുവിൽ നിന്നും ആരംഭിച്ച് ചിനക്കത്തൂർ ക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം വിഭാഗ കാര്യവാഹക് സുധീർ മുഖ്യപ്രഭാഷണം നടത്തി. അമ്പലപ്പാറ മണ്ഡലം പദയാത്ര വേങ്ങശ്ശേരി വയങ്കാവ് റോഡിൽ നിന്നും ആരംഭിച്ചു. പഥസഞ്ചലനം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് കായിക പ്രകടനങ്ങൾ നടന്നു. സാവകാശം അയച്ചുവിടുക. കൈകൾ സാവകാശം ചുമലിന് സമാന്തരമായിട്ട് കൊണ്ടുവരാം. RSS വരോട് മണ്ഡലം പഥസഞ്ചലനം ചാത്തൻകണ്ടാർക്കാവ് മൈതാനിയിൽ സമാപിച്ചു. 925 സംഘത്തിനോടൊപ്പം തുടങ്ങിയ പല സംഘടനകളും ഇന്ന് തകർന്ന് തരിപ്പണമായി. ഒന്നോ രണ്ടോ സംഘടനകൾ മാത്രം ശ്വാസം വലിച്ച് നീങ്ങാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പൊ സംഘം എന്താണോ ഉദ്ദേശിച്ചത്, ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന കാലത്തോളം മുഴുവൻ തന്നെ സംഘത്തിന്റെ പ്രവർത്തനം നടത്തണമെന്ന ചിന്ത സംഘം സ്ഥാപിച്ച സമയത്ത് ഡോക്ടർ ജി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു ശക്തമായിട്ടുള്ള കാര്യപദ്ധതി തയ്യാറാക്കിയത്. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യപദ്ധതി തയ്യാറാക്കാൻ കാരണം? RSS സൗത്ത് പനമണ്ണ മണ്ഡലത്തിന്റെ നേതൃത്വത്തിലും പഥസഞ്ചലനം സംഘടിപ്പിച്ചു. തിരുവില്ലാമല മണ്ഡലം പഥസഞ്ചലനം ഹരിശ്രീ വിദ്യാനികേതൻ സ്കൂളിൽ നിന്നും ആരംഭിച്ച് വേട്ടേക്കരൻകാവ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ സുരേഷ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് സജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. അതിന് രണ്ട് പ്രധാന കാരണങ്ങളുള്ളത്. ഞാൻ ആശയപരമായി ഇതിന്റെ വിരുദ്ധ ധ്രുവത്തിൽ നിന്നിരുന്ന ഒരാളാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഔദ്യോഗികമായ ചില പരിമിതികളുള്ള കാരണം. ഈ രണ്ട് കാരണം കൊണ്ട് എനിക്ക് രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അടുത്ത കാലത്തായി എനിക്ക് ചില മേഖലകളിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് വനവാസി കല്യാൺ ആശ്രമമാണ്.